ഹലോ എവ്രി വൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. SSCയുടെ CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മൾ ഒരുപാട് ഫേക്ക് ന്യൂസുകളും ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് കഥകളൊക്കെ കേട്ടു SSCയുടെ CGL എക്സാമിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഇതാ SSCയുടെ ആക്ച്വൽ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ SSC CGL 2026 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. സോ എക്സാം ഉടനെ തന്നെ ഉണ്ടാകും. പക്ഷേ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ എക്സാമിൽ വരും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പോസ്റ്റുകളാണ്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ 2022 വരെ SSC CGLന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. AAO എന്ന് നമ്മൾ വിളിക്കുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഡിഗ്രി എലിജിബിലിറ്റിയിൽ വരുന്ന ജോലിയിൽ ലഭിക്കുന്ന ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 80,000 to 90,000 അടുത്താണ് നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റുകൾ 2022 വരെ SSC CGLന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ഈ പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല CGLന്റെ ഭാഗമായിട്ട്. സോ ഇപ്പം 2026 ഈ പോസ്റ്റുകൾ വീണ്ടും നമുക്ക് CGLലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, സോ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കേഡറിലും ഉണ്ട്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കേഡറിലും, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ എന്നിങ്ങനെ 3 ഗസറ്റഡ് പോസ്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ സ്കീമിലാണ്. ഇതിന് മുൻപൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SSCയുടെ മറ്റ് എക്സാംസ് വന്ന സമയത്ത്, നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഒക്കെ വന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഒരു അപ്ഡേറ്റ് വരുമെന്നുള്ള കാര്യം. സോ ആ അപ്ഡേറ്റും ഇതാ വന്നു കഴിഞ്ഞു. SSCയിൽ ഇനി CGL എക്സാമിൽ സെക്ഷണൽ ടൈമറും മസ്റ്റായിട്ടും ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ മൊത്തം എക്സാമിൻ്റെ സമയം 1 മണിക്കൂർ ആണെങ്കിലും ഓരോ സെക്ഷനും 15 മിനിറ്റ്സിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. നിങ്ങൾ വെദർ യു കംപ്ലീറ്റ് ഓർ നോട്ട് 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ആ സെക്ഷൻ കംപ്ലീറ്റ്ലി ലോക്ക് ഔട്ട് ആയിപ്പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകൾ. ഇനി നമുക്ക് എക്സാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കാം. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നതേ ഉള്ളൂ. സോ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് ഇവിടെ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. ജൂൺ 22 വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് 1 മാസത്തേക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റിലേക്ക് നിൽക്കരുത്. സോ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം 1 ദിവസം കൂടി നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ 23rd ജൂൺ വരെയാണ് ഫീ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അതിനുശേഷം 29th തൊട്ട് 1st ജൂലൈ വരെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ അതുവരെയൊന്നും വെയിറ്റ് ചെയ്യരുത്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയാൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. സോ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എല്ലാവരും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. എക്സാം നടക്കാൻ പോകുന്ന തീയതി ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും. ഓക്കെ, അത് Tier 1 എക്സാം ആണ്. അതിനുശേഷം Tier 2 എക്സാമിനേഷൻ ഡിസംബറിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പോസ്റ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പല ഏജ് ലിമിറ്റിലുള്ള പോസ്റ്റുകളാണ് SSCയുടെ CGLൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, മിക്ക ഗ്രൂപ്പ് B പോസ്റ്റുകളും 30 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് C പോസ്റ്റുകൾ 27 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. സോ പോസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മുടെ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതുപോലെ തന്നെയാണ് പോസ്റ്റുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും ഇതിനകത്തില്ല. 1-2 പോസ്റ്റുകളിൽ ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രം വന്നു. അതായത് ചില ഗ്രൂപ്പ് C പോസ്റ്റുകൾ ഗ്രൂപ്പ് Bയിലേക്ക് മാറി എന്നുള്ള ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ് ഇവിടെയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 12,256 വേക്കൻസീസ് ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ചിലപ്പം കൂടാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇത് ടെൻറ്റേറ്റീവ് വേക്കൻസീസ് ആണ്. ഇതിനു മുമ്പ് നടന്ന വർഷങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. ആക്ച്വൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും വേക്കൻസീസ് പിന്നെയും കൂടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കും നിങ്ങളെല്ലാവരും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പല പോസ്റ്റുകൾക്കും പല ഏജ് ലിമിറ്റ് ആണുള്ളത്. അത് ജനറൽ കാറ്റഗറീൻ്റെയാണ്. സോ ഇവിടെ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ അപ്ലൈ ചെയ്യാനുള്ളവർ 99നും 2008നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 20 to 30 ഇയേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളവർ 96നും 2006നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 18 to 30 ആണെങ്കിൽ 96നും 2008നും ഇടയിലുള്ളവർ ജനിച്ചവരായിരിക്കണം. 18 to 32 ഇയേഴ്സിൽ അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകളിൽ
ഉള്ള കാൻഡിഡേറ്റ്സ് 94നും 2008നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പോൾ ഇതൊക്കെ അൺറിസർവ്ഡ് കാറ്റഗറീസിൻ്റെ ഏജ് ലിമിറ്റ്സ് ആണ്. ഇതിൽ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ് നിങ്ങളെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു SC/ST കാൻഡിഡേറ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു OBC കാൻഡിഡേറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ SC/STക്കാർക്ക് 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBCക്കാർക്ക് 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട്, ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. ഇനി OBCയിലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10+3 13 ഇയേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള SC/STക്കാർക്ക് 10+5 15 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ്സ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം പലർക്കും സംശയമുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അതിൻ്റെ സ്കാൻ കോപ്പി അപ്ലോഡ് ചെയ്യണോ എന്നുള്ള കാര്യം. അങ്ങനെയൊന്നുമില്ല. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ കയ്യിൽ അവകാശപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങളിപ്പം ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ SCയുടെ ST റിലാക്സേഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ക്ലെയിം പറയുന്ന അത് പോലെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇനി ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് സ്ക്രൈബിനെ വെച്ചിട്ട് എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റിയും അവൈലബിൾ ആണ്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സോ എല്ലാ എക്സാമിലും ഡിഗ്രി മസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ ഡിഗ്രി കഴിഞ്ഞവർക്കോ ഡിഗ്രിയുടെ ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസിനോ മാത്രമാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇച്ചിരി ഹയർ പോസ്റ്റുകളിലേക്ക്, അതായത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് അവർക്ക് CAO അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ CMAO കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റോ പോലെയുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ MBA ഇൻ ഫിനാൻസ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാൻഡേറ്ററി അല്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് ഡിസൈഡബിൾ ക്വാളിഫിക്കേഷൻസ് ആണ്. പക്ഷേ ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി. എല്ലാ ജോലി പോസ്റ്റുകളിലേക്കും ഡിഗ്രിയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ പ്ലീസ് റിമെമ്പർ, ഡിഗ്രി കഴിഞ്ഞവർ മാത്രമല്ല ഡിഗ്രിയുടെ ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസിനും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. സിസ്റ്റമിലുള്ള ക്യാമറ നിങ്ങളുടെ ലൈവ് ഫോട്ടോ ആയിരിക്കും ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ്. അത് ജനറൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണുള്ളൂ. SC/STക്കാർക്ക് ഫീ എക്സംഷൻ ഉണ്ട്, 0 1 രൂപ പോലും കൊടുക്കണ്ട. കംപ്ലീറ്റ്ലി വിമൻ കാൻഡിഡേറ്റ്സിനും ഇവിടെ ഫീ എക്സംഷൻ ഉണ്ടായിരിക്കും. ഇനി ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനും ഫീ എക്സംഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എക്സാമിനേഷനിലെ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും സെൻറ്റേഴ്സ് ഉണ്ട്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കണ്ണൂർ, പിന്നെ നമ്മുടെ അടുത്ത പ്ലേസസ് ആയ മൈസൂർ, ബാംഗ്ലൂർ, മാംഗ്ലൂർ ഇങ്ങനെയുള്ള എല്ലാ പ്ലേസസിലും ഇവിടെ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ സ്കീം ഓഫ് ദി എക്സാമിനേഷൻ 2 tiers ആണ്. Tier 1 and Tier 2. Tier 1 കട്ട് ഓഫ് ക്ലിയർ ചെയ്താലാണ് Tier 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ Tier 1ലും സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നിട്ടുണ്ട്, Tier 2ലും സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ Tier 1ൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് Tier 2ൽ പോയി Tier 2ൻ്റെ മാർക്ക് ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, സിലബസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് സിലബസ് വന്നിരിക്കുന്നത്. അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ പ്ലീസ് റിമെമ്പർ, ആപ്ലിക്കേഷൻസ് ഇപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. സോ 2026 ജൂൺ 22 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ. എങ്ങനെ പഠിക്കണം എന്ന് ഓർത്ത് പേടിക്കേണ്ട. നമ്മുടെ ചാനലിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും സ്ട്രാറ്റജി വീഡിയോസും ഒക്കെ ഉടനടി വരുന്നതായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്യൂ, സോ ദാറ്റ് ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാകാത്ത റൈറ്റ് ടൈമിൽ തന്നെ നിങ്ങളെ റീച്ച് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.